എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ പലരോട് പലവട്ടം പല സാഹചര്യങ്ങളിൽ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ഒരു അത്യാഹിത അവസ്ഥ വന്നിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്നോട് മിണ്ടണില്ല. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന എന്നെ ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്യണ ഈ പാർട്ടി എന്നോട് ഒരു അക്ഷരം മിണ്ടണില്ല. ഞാൻ പുറകെ നടന്ന് ചോദിച്ച് എൻ്റെ അണ്ണാക്കിലെ വെള്ളം പറ്റിയപ്പോഴാണ് ഇവള് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച മോളിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഇവളെ മൈൻഡ് ചെയ്തില്ലെന്ന്. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളവളാണ് ഇവള്. ഇവക്കറിയാം ഞാൻ അന്തയാണെന്നുള്ളത്. അതാണ്ട് ഈ ഡിസ്റ്റൻസിന് അപ്പുറത്ത് എനിക്ക് എല്ലാം ഭോഗമറിയാണ്. അപ്പം നമ്മൾ ഈ അന്ധരായ ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു ഡിസ്റ്റൻസിന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മുഖം ഞങ്ങൾ ഊഹിച്ചാണ് മനസ്സിലാക്കാറ്. ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊങ്കാലയിടാനുള്ള ആൾക്കാരുണ്ട്. അതിനിടയ്ക്കൊന്ന് ഞാൻ ഇത്തിരി ഇല്ലാത്ത ഇവളെന്റെ പകുതിയുള്ള ഇവളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറയണത്. എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഊഹിക്കാം. എന്താണ്ട് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിന്റെ മുഖത്തിന്റെ ആ നിഴല് ഷേപ്പ് ഒക്കെ വെച്ച് ഇയാളല്ലേ അയാളെന്ന് ഊഹിക്കാം. പക്ഷെ ഇന്നേ വരെ എനിക്ക് ഈ ഊഹിച്ച ചരിത്രത്തിൽ നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കണേ. ഇത് മറ്റേ ആളില്ലെന്നും പറഞ്ഞ് ചെന്ന് ചിരിച്ചുകൊണ്ട് കയറി കൊടുക്കുമ്പോഴാണ് മനസ്സിലാവണം ഇയാളും നമ്മളുമായിട്ട് ഒരു കുലബന്ധവും ഇല്ലെന്നുള്ളത്. അതുകൊണ്ട് ദയവേദി കണ്ട ജനസാഗരത്തിന്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എന്നോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. ആ സമയം കൊണ്ട് ഒരു മെസ്സേജോ ഫോൺ കോളോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതിനുള്ള കഴിവേ അമ്മക്കുള്ളൂ. ഇനിയിപ്പോൾ കണ്ണാടി വെക്കണമെന്നൊന്നും പറയരുത്, എനിക്ക് വയ്യ. ഇതൊരു ഒരുങ്ങി കെട്ടി പോണത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ കണ്ണാടി അന്വേഷിച്ച് അടക്കാനൊന്നും എനിക്ക് വയ്യ. അത് ഇവിടെ കിടപ്പുണ്ട്, എനിക്ക് വയ്യ. അതൊന്നും നോക്കി പോകാനുള്ള ത്രാണിയില്ല.